സമാധാനത്തിൻ ദൂതുമായി ഒലിവിലമീടിയ ഇവിടെ തിരുവചനധ്യാനങ്ങളാൽ നിറയുന്നു ഈ അന്തരീക്ഷം. സ്നേഹത്തിൻ സാന്ത്വനമേകാൻ, ദൈവകൃപയിൽ വളരാൻ സ്വാഗതമോതുന്നു ഞങ്ങൾ ഒലിവില മീഡിയയിലേക്ക്. ദൈവതിരുനാമം വാഴ്ത്തപ്പെടട്ടെ. കേരളം ഉൾപ്പെടെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ഒരു തിരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലാണ്. ഓരോ രാഷ്ട്രീയ പാർട്ടികളും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്ന തിരക്കിലുമാണ്. പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ഓരോ വോട്ടറും വരാനിരിക്കുന്ന 5 വർഷത്തേക്ക് ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന ചിന്തയിലായിരിക്കും. അതിനേക്കാൾ ഉപരി അവർ നൽകുന്ന വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുമോ ഇല്ലയോ എന്ന ആശങ്കയും ഉണ്ടാകും. ഹ്രസ്വകാലത്തേക്കുള്ള തിരഞ്ഞെടുപ്പിനായി മനുഷ്യൻ വ്യഗ്രതപ്പെടുമ്പോൾ അതിനേക്കാൾ ഗൗരവതരമായ മറ്റൊരു തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 7 മുതൽ 14 വരെയുള്ള വേദഭാഗത്ത് യേശുക്രിസ്തു നമ്മോട് സംസാരിക്കുന്നത്. അത് കാലപരിധിയുള്ളതല്ല, മറിച്ച് നിത്യതയിലേക്കുള്ളതാണ്. ദൈവിക ദാനങ്ങൾക്കായി ആത്മീയ ദാഹത്തോടെ പരിശ്രമിക്കണമെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. തൻ്റെ മക്കൾക്ക് നല്ല ദാനങ്ങളെ നൽകുന്ന പിതാവാണ് ദൈവം. എൻ്റെ ഉള്ളിൽ എൻ്റെ ആത്മാവ് കൊണ്ട് തന്നെ ഞാൻ ജാഗ്രതയോടെ നിന്നെ അന്വേഷിക്കുമെന്ന് യെശയ്യാ പ്രവാചകൻ പറയുന്നത് പോലെ ദൈവിക കൃപകൾക്കായി സജീവമായി നാം പരിശ്രമിക്കണം. അതുമാത്രമല്ല, മറ്റുള്ളവരോടുള്ള നമ്മുടെ സമീപനവും സുതാര്യമായിരിക്കണമെന്നും കർത്താവ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലമാവും ലഭിക്കുക എന്നർത്ഥമാക്കാം. മറ്റുള്ളവരിൽ നിന്നും എന്താണോ നാം ആഗ്രഹിക്കുന്നത് അത് അവർക്കും ചെയ്തു കൊടുക്കണം. സ്നേഹം, ദയ, കരുണ, കരുതൽ തുടങ്ങി മറ്റുള്ളവർക്ക് നാം നന്മ ചെയ്യുന്നുവെങ്കിൽ നമുക്കും ആ നന്മ ലഭിക്കും. സ്നേഹത്തിലും കരുണയിലും അധിഷ്ഠിതമായ ഒരു ജീവിതശൈലിയാകണം നമ്മുടേത്. തുടർന്ന് ജീവനിലേക്ക് കടന്നു ചെല്ലുവാൻ നമുക്ക് മുൻപിലുള്ള 2 വാതിലുകളെ കുറിച്ച് കർത്താവ് വിശദീകരിക്കുന്നു. ഒന്ന്, വാതിൽ വീതിയുള്ളതും വഴി വിശാലവുമാകുമ്പോൾ മറ്റൊന്ന് ഇടുങ്ങിയ വാതിലും ഞെരുക്കമുള്ള വഴിയുമാണ്. ഒന്ന് നാശത്തിലേക്കും മറ്റൊന്ന് ജീവനിലേക്കുമുള്ളതാണ്. ഇവിടെയാണ് നമ്മുടെ തിരഞ്ഞെടുപ്പ് പ്രസക്തമാകുന്നത്. എന്തിനും കുറുക്കുവഴികൾ തേടുന്നവരാണ് മനുഷ്യരിലധികവും. വിശാലമായ വഴികളാണവർ ഇഷ്ടപ്പെടുക. നാഷണൽ ഹൈവേയിൽ കൂടി പോകുന്നതിനെ കുറിച്ചല്ല വിശാലമായ വഴി എന്ന് പറഞ്ഞത്. നമ്മുടെ ജീവിത രീതികൾ, താല്പര്യങ്ങൾ, ചിന്തകൾ, പ്രവൃത്തികൾ ഇവയൊക്കെ ഒന്ന് ക്രമപ്പെടുത്തണം. ആൾക്കൂട്ടങ്ങളും ആഡംബരങ്ങളും ആഘോഷങ്ങളും അങ്ങനെ ഭൂരിപക്ഷത്തോടൊപ്പം ചേർന്ന് ജീവിതം കളറാക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർ. അവിടെ വാഗ്ദാനങ്ങൾ ഏറെ ഉണ്ടാവാം. ജീവിതം സമൃദ്ധമാണെന്ന് തോന്നലുണ്ടാകാം. ലോക ഇമ്പങ്ങൾ നമ്മെ പ്രലോഭിപ്പിച്ചുകൊണ്ടേയിരിക്കാം. പക്ഷേ അത് നാശത്തിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുക എന്ന് കർത്താവ് പറയുന്നു. എന്നാൽ ഇടുക്കവും ഞെരുക്കവുമുള്ള പാതയിൽ കഷ്ടതകളുണ്ട്. നമുക്ക് വേണ്ടതെന്ന് തോന്നുന്ന പലതും നമ്മൾ വിട്ടുകളയേണ്ടതായി വരാം. നമ്മുടെ അഹംഭാവം ഉപേക്ഷിക്കണം. സഭാപിതാവായിരുന്ന വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞിരിക്കുന്നത്, ദൈവം നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ കൈകൾ ലോകത്തിന്റെ വസ്തുക്കളാൽ നിറഞ്ഞിരിക്കരുത് എന്നാണ്. പാപഭാരവും ലോകമോഹവുമാകുന്ന ഭാണ്ഡക്കെട്ടുകളെല്ലാം ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ ആ വാതിലിലൂടെ കടന്നു പോകുവാൻ കഴിയൂ. ആ വഴിയിൽ ആൾക്കൂട്ടമോ ബഹളമോ ഒന്നുമില്ലായിരിക്കാം. മോഹിക്കത്തക്കതൊന്നും അവിടെ കണ്ടില്ല എന്നും വരാം. ചുരുക്കം ചിലർ മാത്രം കടന്നു പോകുന്ന വഴിയാണത്. വേദനയും കഷ്ടവും അപമാനവും നിന്ദയും ഒക്കെയുള്ള വഴിയായിരിക്കാം. എന്നാൽ അതിന്റെ അവസാനം ജീവനിലേക്കുള്ളതാകുന്നുവെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. ഈ പാത എത്ര കഠിനമാണെങ്കിലും അത് അവസാനിക്കുന്നത് വിശാലമായ സ്വർഗത്തിലാണെന്ന് പറഞ്ഞത് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ആണ്. വെള്ള നിലയങ്കി ധരിച്ച് വലിയൊരു കൂട്ടം ആളുകൾ
സ്വർഗത്തിലെത്തിയത് മഹാകഷ്ടത്തിലൂടെ കടന്നാണ് എന്ന് വെളിപ്പാട് പുസ്തകവും കാട്ടിത്തരുന്നു. അവർ തങ്ങളുടെ വസ്ത്രം കുഞ്ഞാടിന്റെ രക്തത്തിൽ കഴുകി വെളുപ്പിച്ചവരുമാണ്. വിശുദ്ധിയിലേക്കാണ് ആ പാത നമ്മെ നയിക്കുന്നത്. ഇന്ന് നമ്മുടെ തിരഞ്ഞെടുപ്പ് എന്ത് മാനദണ്ഡമനുസരിച്ചായിരിക്കും? മുന്നിൽ വിശാലമായ വഴിയും വാതിലും ഉള്ളപ്പോൾ ഇടുക്കവും ഞെരുക്കവും ഉള്ളതിലെ പോകുവാൻ അധികമാരും ഇഷ്ടപ്പെടാറില്ല. ഷോർട്ട് കട്ടുകൾ ഇഷ്ടപ്പെടുന്നവരാണ് അധികവും. എത്രയും പെട്ടെന്ന് എല്ലാം കൈപ്പിടിയിൽ ഒതുങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ, ഏതു വിധേനയും ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കുവാൻ വ്യഗ്രത കാട്ടുന്നവർ, ദൈവസന്നിധിയിൽ അല്പസമയം ചിലവഴിക്കുവാൻ പോലും മടി കാട്ടുന്നവർ. സമൃദ്ധിയുടെ സുവിശേഷമാണ് അവർ ഇഷ്ടപ്പെടുക. കഷ്ടത അനുഭവിക്കുവാൻ അല്പം ബുദ്ധിമുട്ടാണ്. മോശെ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ താൽക്കാലിക ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതിനാലാണ് ഇസ്രായേൽ ജനത്തെ നയിക്കുവാനായി ദൈവം അവനെ തിരഞ്ഞെടുത്തത്. ഇടുക്കമുള്ള വാതിൽ തിരഞ്ഞെടുത്തവരാരും നാശമായി പോയിട്ടില്ല എന്ന് അനേക ജീവിതങ്ങൾ നമ്മോട് സാക്ഷിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഇന്നലെ വരെ എങ്ങനെയായിരുന്നു എന്നല്ല, ഇന്നു മുതൽ ഏത് പാതയിലാണ് യാത്ര ചെയ്യേണ്ടത് എന്ന് തീരുമാനമെടുക്കാം. വ്യർത്ഥമായ വാഗ്ദാനങ്ങളിൽ ആകൃഷ്ടരായി ലോകമോഹങ്ങൾക്ക് പിൻപേ പോകാനാണോ, അതോ ബഹളങ്ങൾ ഒഴിഞ്ഞ കഷ്ടതയും പ്രയാസവുമുള്ള കുറുക്കുവഴികളില്ലാത്ത ഇടുക്കുവാതിലൂടെയോ? വഴിയിൽ ഭാരമാകുന്ന ഭാണ്ഡങ്ങളെല്ലാം ഉപേക്ഷിച്ച് നന്മയുള്ളവരായി മറ്റുള്ളവരെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരായി യാത്ര ചെയ്യുവാൻ നാം തയ്യാറാണ്. ഈ പാതയുടെ കാഠിന്യം താൽക്കാലികവും അന്ത്യം നിത്യവുമാണ്. സ്വർഗോന്നതികളെ വെടിഞ്ഞ് ക്രൂശിന്റെ പാതയിലൂടെ സഞ്ചരിച്ച് ക്രിസ്തുവിനോടൊപ്പം നമുക്കും യാത്ര ചെയ്യാം. ആൾക്കൂട്ടത്തിൽ ഒരാളാകാനല്ല, തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരാളാകാൻ സഹായിക്കുന്നതാകട്ടെ നമ്മുടെ നോമ്പനുഭവങ്ങൾ. യെശയ്യാപ്രവാചകൻ പറയുന്നു, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിക്കുവിൻ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന കർത്താവേ, ലോകമോഹങ്ങളിൽ മുഴുകി ജീവിച്ചുപോയ കുറവുകളെ ക്ഷമിക്കണമേ. നിത്യജീവനിലേക്കുള്ള പാതയിൽ ചരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ആമേൻ.